DFO ഓഫീസ് ആക്രമിച്ചത് PV അൻവറിന്റെ സാന്നിധ്യത്തിലും പ്രേരണയുമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. 35,000 രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് സുരേഷ് എടപ്പാൾ ചേരുകയാണ്. തവനൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന PV അൻവർ MLA നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ നൽകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. അൻവറിനെ കൂടാതെ ഈ കേസിൽ അകപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന DMK നേതാക്കളായ സുധീർ പുന്നപ്പാല, മുസ്തഫ പട്ടാമ്പി, ഷൗക്കത്ത് പനമരം, കുഞ്ഞു മുഹമ്മദ് എന്നിവരും ജാമ്യം തേടി കോടതിയിലെത്തും. അതിനിടെ MLAക്ക് ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നു എന്ന സൂചന നൽകുന്ന തരത്തിലാണ് റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ചത് PV അൻവർ MLAയുടെ സാന്നിധ്യത്തിലും പ്രേരണയിലുമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. 35,000 രൂപയുടെ നാശനഷ്ടം ഓഫീസിലുണ്ടായെന്ന് പോലീസ് കണക്കാക്കിയിരിക്കുന്നു. മാത്രമല്ല, പോലീസിൽ നിന്ന് വിവരങ്ങൾ ചോർന്നടക്കമുള്ള പ്രവർത്തികൾ നടത്തുന്ന അൻവറിന് ജാമ്യം കൊടുക്കുന്നത് ഗുണകരമല്ലെന്നും നിലപാടെടുത്തിരിക്കുന്നുവെന്നാണ് അറിയുന്നത്. ഇന്നലെ രാത്രിയാണ് നിലമ്പൂരിനടുത്ത് ഒതായിലെ വീട്ടിൽ നിന്ന് പോലീസ് PV അൻവർ MLAയെ അറസ്റ്റ് ചെയ്ത് ഇന്ന് പുലർച്ചെ തവനൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുകയായിരുന്നു. 11 പേരാണ് ആനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നടത്തിയ പ്രതിഷേധ സമരം അക്രമാസക്തമായതിന്റെ പേരിൽ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സുരേഷ് എടപ്പാൾ, ദൂരദർശൻ ന്യൂസ്, മലപ്പുറം.